നമസ്കാരം. ഇന്ന് വളരെ വേഗത്തിൽ വളർച്ചാ നിരക്ക് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ ഒന്നാമതായി തുടർന്നു കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ ചേർത്ത് പിടിച്ച് അലോപ്പതിയെ തീർത്തും ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിച്ച ആയുഷ് മന്ത്രാലയത്തിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഒന്നായ പ്രീമിയം സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരുപാട് പ്രൊഡക്റ്റുകളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന അഥവാ ആരോഗ്യത്തോടൊപ്പം സാമ്പത്തികവും മെച്ചപ്പെടുത്തുന്ന ഈ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ID എടുക്കുന്നതോടൊപ്പം അഥവാ ജോയിൻ ആവുന്നതോടുകൂടി KYC അപ്ഡേഷനും നിർബന്ധമാണ്. എന്നാൽ പല ആളുകളും ID എടുത്ത് KYC അപ്ഡേറ്റ് ചെയ്യാത്തത് കാരണം പല ആളുകൾക്കും അവരുടെ വരുമാനം കിട്ടാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ KYC എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുവാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ KYC അപ്ഡേറ്റ് ചെയ്യാൻ അറിയാത്ത നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നിങ്ങൾ തരുന്ന ഓരോ ഷെയറും സബ്സ്ക്രൈബുമാണ് അടുത്ത വീഡിയോ നിർമ്മിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന പ്രചോദനം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. KYC അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ആരുടെ ID ആണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അവരുടെ ID നമ്പർ, പേര്, ആധാർ കാർഡിൻ്റെ 2 സൈഡിലും ഉള്ള ഫോട്ടോ, പാൻ കാർഡിൻ്റെ ഫോട്ടോ, ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വച്ചിരിക്കണം. KYC അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ഇവിടെ 2 വഴികളാണുള്ളത്. ഒന്ന് ഇമെയിൽ വഴിയും രണ്ടാമത്തേത് അപ്ലിക്കേഷൻ വഴിയും. ഓക്കെ, ഇവിടെ മെയിൽ ചെയ്യുന്നതിനായി Gmail അഥവാ ഇമെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയായി റൈറ്റ് സൈഡിൽ കമ്പോസ് എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫ്രം അഡ്രസ്സിൽ നിങ്ങളുടെ ഇമെയിൽ ID കാണിക്കുന്നതാണ്. ടു അഡ്രസ്സിൽ ഇതിനു മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മെയിൽ ID ആണ് ഇവിടെ ഞങ്ങൾക്ക് ഉള്ളത്. ഒന്നാമത്തേത് info@milifestylemarketing.com, രണ്ടാമത്തേത് milifestylecare1@gmail.com. ഇതിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങൾ ഇമെയിൽ അയക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് info@milifestylemarketing.com ആണ്. നിങ്ങൾക്കിത് ടൈപ്പ് ചെയ്യേണ്ടതാണ്. രണ്ടാമത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തതായി സബ്ജക്റ്റ് എന്ന ഓപ്ഷൻ. സബ്ജക്റ്റിൽ നിങ്ങൾ എഴുതേണ്ടത് അപ്ഡേറ്റ് ഓഫ് ആധാർ കാർഡ്, പാൻ കാർഡ്, NEFT and KYC. ഓക്കെ, ID നമ്പർ. നിങ്ങൾക്ക് ആരുടെ ID ആണോ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അവരുടെ ID നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. നെയിം, ഓക്കെ. അടുത്തത് അതിന് താഴെയായി കമ്പോസ് ഇമെയിൽ എന്ന ഓപ്ഷനാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലീസ് അപ്ഡേറ്റ്. ഇനി നിങ്ങൾ മേലെ എഴുതിയ അതേ കാര്യമാണ് നിങ്ങൾ രണ്ടാമതായി ടൈപ്പ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഇത് കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കംപ്ലീറ്റായി ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ താഴെ വരിക. താഴെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിലായി ഒരു പിന്നിൻ്റെ ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫോട്ടോസ്, ക്യാമറ, ഫയൽസ്, ഡ്രൈവ് ഇത്രയും ഓപ്ഷനാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ ഫോട്ടോസ് ഓർ ഫയൽസിൽ നിങ്ങൾ ഇതിനു മുന്നേ എടുത്തു വെച്ച ഫോട്ടോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുവാൻ സാധിക്കും. ക്യാമറ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ സമയം തന്നെ ഫോട്ടോ എടുത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫയൽ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഫയൽ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ഇതിനു മുന്നേ എടുത്തു വെച്ച ആ ഒരു ഫോട്ടോ
നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ആധാർ കാർഡിൻ്റെ 2 സൈഡും പാൻ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡും പിന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജുമാണ് ഇവിടെ ഞങ്ങൾക്ക് എടുക്കേണ്ടതായുള്ളത്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെലക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞങ്ങൾ സെലക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നില്ല, കാരണം ചെറിയ സെക്യൂരിറ്റി ഇഷ്യൂ ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് പാസ്ബുക്കും കൂടി ഇതിൽ സെലക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നിങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും മുകളിലായി ഈ പിന്നിൻ്റെ ഓപ്ഷന് തൊട്ട് റൈറ്റ് സൈഡിലായി ഒരു സെൻഡ് ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഇപ്പോൾ നിങ്ങളുടെ മെയിൽ ID മെയിൽ സെൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾ കൺഫേം ചെയ്യുന്നതിനായി ഏറ്റവും മുകളിലായി കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിലൊരു ഓപ്ഷൻ കാണും, SEND സെൻഡ് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ അയച്ച ആ ഒരു മെയിൽ ഇവിടെ കാണുവാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് അപ്ഡേറ്റ് ക്ലിയർ ചെയ്യുക, കൺഫേം ചെയ്യുക. ഞങ്ങൾ അയച്ച അതേ ID തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു ഞങ്ങൾ അയച്ച മെയിൽ ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഴുവനായി ബാക്ക് പോവുക. മെയിൽ സെൻഡ് ആയതിനു ശേഷം 24 മണിക്കൂറാണ് കമ്പനി എടുക്കുന്നത്. 24 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ KYC അപ്ഡേറ്റ് ആവുന്നത്. അത് ചെക്ക് ചെയ്യുന്നതിനായി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും സർവീസ് അപ്ഡേറ്റ്. ഇതിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങളുടേതാണ് എങ്കിൽ യെസ് എന്ന ഇത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ല എങ്കിൽ അടുത്ത ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഏതാണോ വാട്സപ്പ് നമ്പർ ആ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ജനറേറ്റ് OTP. നിങ്ങളുടെ ഏത് വാട്സപ്പ് നമ്പറാണോ കൊടുത്തത് ആ വാട്സപ്പിൽ ഒരു OTP വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിലൊരു OTP വന്നിട്ടുണ്ട്, അതിനെ കോപ്പി ചെയ്യുക. അതിവിടെ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, വെരിഫൈ OTP, പ്രൊസീഡ്. ഓക്കെ, അതിനുശേഷം ഈ ഓപ്ഷനിൽ പോവുക. ഓപ്ഷനിൽ മൈ പ്രൊഫൈൽ, MI പ്രൊഫൈൽ, അതിൽ ഡോക്യുമെൻറ്റ് സ്റ്റാറ്റസ്. ഓക്കെ, ഡോക്യുമെൻറ്റ് സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും KYC പ്രോസസ്, NEFT ഡീറ്റെയിൽസ്, പാൻ ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ്, GST ഡീറ്റെയിൽസ്. ഇതിൽ ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ 24 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 24 മണിക്കൂറിന് ശേഷം, ഒരു ദിവസത്തിന് ശേഷം വീണ്ടും നിങ്ങളുടെ ID ആക്റ്റീവ് ആയിട്ടുണ്ടോ, KYC അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതിനായി വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതിനു ശേഷം വീണ്ടും ഓപ്ഷനിൽ പോവുക. MI പ്രൊഫൈൽ, ഡോക്യുമെൻറ്റ് സ്റ്റാറ്റസ്. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും KYC പ്രോസസ്, NEFT ഡീറ്റെയിൽസ്, പാൻ ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ്. ഇതൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. GST ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ടില്ല. GST ഡീറ്റെയിൽസ് കമ്പനി ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. അതിന് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം നമ്മുടെ KYC അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ ഇൻകവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ KYC അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ചെയ്യേണ്ടത്. ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനി അങ്ങോട്ട് വീഡിയോ കണ്ടതിന് ശേഷം KYC അപ്ഡേറ്റ് ചെയ്യുന്നതിനായി മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ടി വരില്ല എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്യാൻ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിപ്ലൈ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ വഴി KYC എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയുമായി അടുത്തു തന്നെ വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.